സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് നിനക്ക് എന്തുകൊണ്ടാണ് ഒരു ബസ് മിസ്സായത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിനക്കിത് സംഭവിച്ചതെന്നൊക്കെ നമുക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റുന്നുള്ളതാണ്. ഇതിൻ്റെ അത് സത്യത്തിൽ നമ്മൾ ചോദിക്കുന്നത് ഇതിൻ്റെ കാരണങ്ങളാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഈ ചാപ്റ്റർ നിങ്ങൾ അവസാനം വരെ കാണുക. നമ്മൾ അവസാനം ഈ വിൽ സ്മിത്തിൻ്റെ പണ്ടത്തെ ഒരു സീരിയലിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നിന്ന് മനസ്സിലാവും എന്തൊക്കെയാണ് എൻ്റെ തെറ്റുകൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ വരുത്തുന്ന തെറ്റുകളിലൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. അതുമായിട്ട് ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിന് നമുക്ക് സാധാരണ നമ്മൾ പഠിച്ച ഒരു കാര്യം വൈ എന്ന് നമുക്ക് ചോദിക്കാം. വൈ കഴിഞ്ഞ് നമുക്ക് ചോദിക്കണം, ബാക്കി സെൻറ്റൻസ് ചോദിക്കുക, അല്ലെങ്കിൽ ഹൗ കം എന്ന് ചോദിക്കാം. അപ്പോൾ ഇംഗ്ലീഷുകാർ വളരെ സംസാര ഭാഷയിൽ ഈ ഹൗ കം എന്നുള്ളത് വളരെ അധികം യൂസ് ചെയ്യാറുണ്ട്. വൈയേക്കാളും കൂടുതൽ ഉപയോഗിക്കുന്ന ഹൗ കം ആണ്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ ചില ഉദാഹരണങ്ങൾ. ഹൗ കം യു മിസ്ഡ് യുവർ ബസ്. ഓക്കെ, എങ്ങനെയാണ് നിനക്ക് ബസ് മിസ്സായത്? നമ്മളെ കാരണം ചോദിക്കുന്നത്, അത് എന്ത് പറ്റി, എങ്ങനെയാണ് എന്നാണ് ചോദിക്കുന്നത്. അത് തന്നെയാണ് വൈ ഡിഡ് യു മിസ് യുവർ ബസ് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഹൗ കം യു മിസ്ഡ് യുവർ ബസ്, അല്ലെങ്കിൽ വൈ ഡിഡ് യു മിസ് യുവർ ബസ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് വിശദമായിട്ട് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും, ഹൗ കം കഴിഞ്ഞ് നമ്മൾ ആ പാസ്റ്റ് ടെൻസിലുള്ള കാര്യമാണ് അല്ലേ, മിസ് ചെയ്ത് എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നത്. അത് അതേപടി ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പോഴെന്താണ് ഹൗ കം യു മിസ്ഡ് യുവർ ബസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ V2 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഈ V1 V2 V3 പറ്റിയൊക്കെ നമ്മൾ ചാപ്റ്റർ 11ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ചാപ്റ്റർ പഠിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് പഠിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ വൈ ഡിഡ് യു മിസ് യുവർ ബസ് എന്നുള്ളത് എങ്ങനെയാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതെന്ന് ചാപ്റ്റർ 61 നമ്മൾ പഠിച്ചാണ്. അപ്പോഴേ നിങ്ങൾ ഇപ്പോൾ എൻ്റെ ചാപ്റ്ററുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ 61 എങ്ങനെ സെർച്ച് ചെയ്യും യൂട്യൂബിൽ നിന്നുള്ള, യൂട്യൂബിൻ്റെ അകത്ത് പോയിട്ട് ജസ്റ്റിൻ തോമസ് ചാപ്റ്റർ 61 നിങ്ങൾക്ക് അടിച്ചാൽ, അല്ലെങ്കിൽ ജസ്റ്റിൻ തോമസ് ഇംഗ്ലീഷ് ചാപ്റ്റർ 61, അല്ലെങ്കിൽ ചാപ്റ്റർ 1 ചാപ്റ്റർ 2 അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ചാപ്റ്റർ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നിങ്ങളിപ്പോൾ ഈ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ കൊള്ളാം എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളൊരു ലൈക്ക് അടിക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം, ബാക്കി ചില ഉദാഹരണങ്ങളൊക്കെ നോക്കാം. യു ആർ ലേറ്റ് ഫോർ ദ ക്ലാസ്, ഹൗ കം. ഓക്കെ, എന്താണ് നീ ഇന്ന് ലേറ്റ് ആയിട്ടാണ് വന്നത്, പക്ഷേ നമ്മൾ ഈ ഹൗ കം എന്തുകൊണ്ടാണ് നീ ലേറ്റ് ആയെന്നാണ് ചോദിക്കുന്നത്. അവിടെ നമ്മൾ ഹൗ കം ചോദിച്ചിരിക്കുന്നത് എവിടെയാണ്, അവസാനമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ നമ്മൾ ചുമ്മാ അതിൻ്റെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഹൗ കം എന്ന് പറഞ്ഞിട്ട് ആ സെൻറ്റൻസ് പൂർണ്ണമായിട്ടുള്ള സെൻറ്റൻസ് അങ്ങ് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഈ ഹൗ കം നമുക്ക് അവസാനവും ഉപയോഗിക്കാം. ഓക്കെ, നിങ്ങൾ ഗ്രാമർ ഒന്നും പഠിക്കേണ്ട, സ്ട്രക്ചർ ഒന്നും പഠിക്കേണ്ട, ജസ്റ്റ് 2-3 എക്സാമ്പിൾ പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ഹൗ കം കൊച്ചി ഈസ് ഇൻ ദ ക്യാപിറ്റൽ ഓഫ് കേരള. ഓക്കെ, എന്താണ് പറഞ്ഞത്, എന്തുകൊണ്ടാണ് കൊച്ചി കേരളത്തിൻ്റെ ക്യാപിറ്റൽ അല്ലാത്തതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. എന്താണ് കാരണം? അപ്പോൾ ഒരു വിദേശി വന്നിട്ട് തിരുവനന്തപുരത്തും പോയി കൊച്ചിയിലും പോയി. അപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ കൊച്ചിയിലാണ് കൂടുതൽ ബിസിനസ് സ്ഥാപനങ്ങളുള്ളത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫിനാൻഷ്യൽ സെൻറ്റർ എന്ന് പറയുന്നത് ഏതാണ്, കൊച്ചിയാണ്. പക്ഷേ അന്നേരം പുള്ളിക്കൊരു സംശയം, അതെന്താണ് ഈ കൊച്ചി കേരളത്തിൻ്റെ ക്യാപിറ്റൽ അല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഉത്തരവൊന്നുമില്ലേ. അപ്പോൾ ആ ചോദിക്കുന്ന കേൾക്കാന്നേ ഉള്ളൂ. എന്താണ് അപ്പോൾ എങ്ങനെയാണ് ചോദിക്കുന്നത്, ഹൗ കം കൊച്ചി ഈസ് ഇൻ ദ ക്യാപിറ്റൽ ഓഫ് കേരള. ഈസിൻ്റെ എന്നാണ്, ഈസിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈസ് നോട്ട് എന്നാണ് അർത്ഥം അല്ലേ. അത് തന്നെ ചിലപ്പോൾ ബോംബെ പറ്റി ചോദിക്കാം അല്ലേ. ഇനി നമ്മൾ മുമ്പേ പറഞ്ഞതിന് ഹൗ കം യു കെയിം ലേറ്റ്. ഓക്കെ, എന്ന് അവിടെ അതല്ലാതെ എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, വൈ ഡിഡ് യു കം ലേറ്റ്. അവിടെ എന്താണ്, അവിടെ ആദ്യത്തെ ഉദാഹരണത്തിൽ നമ്മൾ കെയിമാണ് ഉപയോഗിച്ച്, രണ്ടാമത്തെ ഉദാഹരണത്തിൽ ഡിഡ് പ്ലസ് കം ആണ് അല്ലേ. നമ്മൾ പഠിച്ചാണ്, നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനിയിപ്പോൾ രാഹുൽ, എൻ്റെ സുഹൃത്ത് രാഹുൽ ഇന്നലെ വന്നില്ല. അപ്പോഴെന്താണ് എന്ന് രാഹുലിനോട്, അല്ലെങ്കിൽ വേറൊരാളുടെ രാഹുലിൻ്റെ ബോസിനോട് ഞാൻ ചോദിക്കുകയാണ്, ഹൗ കം രാഹുൽ ഡിഡിൻ കം യെസ്റ്റർഡേ. എന്തുകൊണ്ടാണ് രാഹുൽ വരായിരുന്നത്, വൈ ഡിഡിൻ രാഹുൽ കം യെസ്റ്റർഡേ എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കാണും, നമ്മൾ എന്തുകൊണ്ട് വന്നില്ല എന്നാണ് ചോദിച്ചല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡിഡിൻറ്റ് എന്ന് ഉപയോഗിച്ച്, എന്തുകൊണ്ട് വന്നില്ല, ഡിഡിൻറ്റ് കം എന്നാണ് ഉപയോഗിച്ചത് അല്ലേ. ഹൗ കം രാഹുൽ ഡിഡിൻറ്റ് കം. ഇനിയിപ്പോൾ മറ്റേ നമ്മൾ ചോദ്യത്തിനെങ്ങനെ വൈ ഡിഡിൻറ്റ്, ആ ക്വസ്റ്റ്യൻ മേക്കിംഗ് 61ാമത്തെ ചാപ്റ്റർ കണ്ടാൽ ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ്.
ഇനിയിപ്പോൾ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് വിൽ സ്മിത്ത് 1990 അഭിനയിച്ച ഒരു സിറ്റ്കോമിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. അവിടെ ഹൗ കം എന്ന വിൽ സ്മിത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോഴെന്താണ് ഈ സിറ്റ്കോം എന്ന് പറഞ്ഞാൽ, സത്യത്തിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സീരിയൽ പോലത്തെ ഒരു പ്രോഗ്രാമാണ്. പക്ഷേ അതിനകത്ത് കോമഡിക്കൊക്കെയാണ് പ്രാധാന്യം. അതിനകത്ത് വലിയൊരു കഥയൊന്നുമില്ല. അതായത് എന്താണ്, ഒരു എപ്പിസോഡിൽ നിന്ന് അടുത്ത എപ്പിസോഡിലേക്ക് ഇങ്ങനെ ആളെ കൊല്ലാൻ വരുമ്പോഴും നിർത്തുന്നത് കൂട്ട് ഉള്ള കഥകളൊന്നും ഇതിനകത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ വളരെ തമാശയായിട്ടുള്ളതാണ്. നമുക്കിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മലയാളത്തിൽ ഉപ്പും മുളകും എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടല്ലോ, ആ ഒരു സ്റ്റൈലിലുള്ളതിനാണ് സിറ്റ്കോം എന്ന് പറയുന്നത്. അപ്പോഴത്തെ വിൽ സ്മിത്ത് 90കളിൽ അഭിനയിച്ചതാണ്. അപ്പോഴേ ദ പ്രിൻസ് ഓഫ് ബെൽ എയർ എന്നുള്ളതാണ് ആ സിറ്റ്കോമിൻ്റെ പേര്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്ന ആൾ അങ്കിൾ ഫിൽ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമാണ്. ഇതിൻ്റെ അകത്ത് കഥ വളരെ സിമ്പിളായിട്ടുള്ളൊരു കഥയാണ്. വിൽ സ്മിത്തിൻ്റെ പിതാവ് അവരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയതാണ് ചെറുപ്പമായിരുന്ന സമയത്ത്. 14 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്നു. വിൽ സ്മിത്തിനോട് പറഞ്ഞു, നമുക്ക് രാജ്യം മുഴുവൻ ചുറ്റി കറങ്ങിയിട്ട് വരാമെന്ന് പറയുന്നു. പക്ഷേ വിൽ സ്മിത്ത് വരുമ്പോഴത്തേനും അദ്ദേഹം വീണ്ടും അവിടുന്ന് പോവുകയാണ്. അപ്പോൾ വിൽ സ്മിത്തിന് വളരെ സങ്കടമായിപ്പോയി. അദ്ദേഹം പറയാണ്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്, എൻ്റെ പിതാവിന് എന്നെ വേണ്ടാത്തതെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം എങ്ങനെയാണ് പറയുന്നത്. How come he don't want me, man? അപ്പോൾ നിങ്ങൾക്കിവിടെ വിൽ സ്മിത്ത് പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ, ഹൗ കം ഹീ ഡോണ്ട് വോണ്ട് മീ മാൻ എന്നാണ് ചോദിച്ചത്. അപ്പോൾ മാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഇംഗ്ലീഷിൽ നിന്നും അതേപടി മലയാളത്തിലേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊന്നും അല്ല അവിടെ അർത്ഥം ഉദ്ദേശിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് എന്നെ വേണ്ടാത്ത എന്ന് ചോദിക്കുകയാണ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ആ അടുത്ത ആളോട്. അതിനുവേണ്ടി ജസ്റ്റ് അടുത്ത ആളെ റെഫർ ചെയ്യുന്നത്, ആ അങ്കിൾ ഫില്ലിനെയാണ് റെഫർ ചെയ്തിട്ട് മാൻ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഇതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഇംഗ്ലീഷ് ഇത് ശരിയാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹൗ കം ഹീ ഡോണ്ട് വോണ്ട് മീ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് എന്നെ വേണ്ടാത്തതെന്നാണ് ചോദിക്കുന്നത്. പക്ഷേ നിങ്ങളിവിടെ ഗ്രാമർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭാഗം മനസ്സിലാവും. എന്താണ്, ഹീ ഡോണ്ട് വോണ്ട് ആണോ ഹീ ഡസൻറ്റ് വോണ്ട് ആണോ? കറക്റ്റ്. അപ്പോൾ ഗ്രാമറ്റിക്കലി നോക്കുകയാണെങ്കിൽ ഹീ ഡസൻറ്റ് വോണ്ട് എന്നുള്ളതാണ് കറക്റ്റ്. കാരണം എന്താണ്, ഹീ ഒരു സിംഗുലറാണ് അല്ലേ. നമ്മളിത് 2ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്, 3-ാമത്തെ ചാപ്റ്ററിൽ. എങ്കിലും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. അതായത് ഇതിനകത്ത് കാണിക്കുന്ന വിൽ സ്മിത്തും മറ്റ് കഥാപാത്രങ്ങളൊക്കെ ആഫ്രിക്കൻ അമേരിക്കൻസാണ്. ഓക്കെ, ഈ ആഫ്രിക്കൻ അമേരിക്കൻസ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നീഗ്രോകളാണ്. അപ്പോൾ ഈ നീഗ്രോകളായതുകൊണ്ട് അവരുടെ ഇംഗ്ലീഷിനകത്ത് അവർ ഹീ ഡോണ്ട് എന്ന് ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. ഹി ഡസൻ്റ് എന്നല്ല, അത് അവരുടെ ഒരു സംസാര ഭാഷയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർ പോലും ചിലപ്പോഴൊക്കെ ഹീ ഡോണ്ട് എന്ന് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഹീ ഡോണ്ട് വോണ്ട് മീ, അല്ലെങ്കിൽ ഹീ ഡോണ്ട് ലൈക്ക് സംതിങ്, ഹീ ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം എന്ന് വേണമെങ്കിലും പറയാം അല്ലേ. പക്ഷേ അങ്ങനെ അവർ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോഴൊക്കെ ഈ TV സിനിമകളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കേൾക്കാറുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക അത് തെറ്റൊന്നും അല്ല, അതിനെ തെറ്റെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഗ്രാമറ്റിക്കലി തെറ്റാണ്. പക്ഷേ അവർ സ്പോക്കൺ ഇംഗ്ലീഷിൽ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് ആഫ്രിക്കൻ അമേരിക്കൻ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. ഇനിയിപ്പോഴും നമ്മൾ നീഗ്രോ എന്നുള്ള വാക്ക് പറഞ്ഞല്ലേ. അപ്പോൾ നീഗ്രോ എന്നുള്ള വാക്ക് ഒരു സ്പാനിഷ് വേർഡാണ്. അതിൻ്റെ അർത്ഥം എന്താണ്, കറുത്ത് എന്നാണ് അർത്ഥം. ഓക്കെ, ഈ വേർഡ് സത്യത്തിൽ എന്താണ്, ചില സ്ഥലങ്ങളിൽ അതൊരു ഒഫൻസീവായിട്ടുള്ള അല്ലെങ്കിൽ അവരെ മുറിവേൽപ്പിക്കുന്ന ഒരു വേർഡാണ് നീഗ്രോ എന്നുള്ള വേർഡ്. ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അമേരിക്കയിൽ അവരെ നീഗ്രോ എന്ന് പറഞ്ഞല്ല അഭിസംബോധന ചെയ്യുന്നത്, അവരെ ആഫ്രിക്കൻ അമേരിക്കൻ എന്ന് പറഞ്ഞാണ് അഭിസംബോധന ചെയ്യുന്നത്. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ നീഗ്രോ എന്നുള്ള വേർഡ് ഒരു ഒഫൻസീവ് അല്ല, ഒരു നല്ല വേർഡായിട്ടും വരാറുണ്ട്. ഓക്കെ, അപ്പോഴത് മനസ്സിലാക്കുക. അപ്പോഴേ നമുക്ക് ഒന്നുകൂടെ കേട്ട് നോക്കാം എന്താണ് ഈ സീരിയലിൻ്റെ അകത്ത് പറയുന്നുള്ളത്. അപ്പോൾ മനസ്സിലായി കാണാം, അതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ എന്താണ്, ഗ്രാമറ്റിക്കലി തെറ്റാണ്. പക്ഷേ സ്പോക്കൺ ഇംഗ്ലീഷിലൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പോലും ചെറിയ തെറ്റുകളൊന്നും വരുത്തുമ്പോൾ ഇത്ര വലിയ പ്രാധാന്യമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കേട്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.